നമസ്കാരം. സ്വാമി ശരണം. ഭഗവാൻ ശബരിമല ശ്രീ ധർമ്മശാസ്താവുമായി അദ്ദേഹത്തിന്റെ കഥകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില നുറുങ്ങു വിദ്യകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ പലർക്കും പല രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായത് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട്, ഭഗവാന്റെ ആചാരങ്ങളെ നിന്ദിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന തരത്തിൽ ചില വാർത്തകളും സംശയങ്ങളും ഒക്കെ വന്നിരുന്നു സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ. പക്ഷെ ഒരുവേള ഇതൊക്കെ തന്നെ യാഥാർത്ഥ്യമാകും. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാൻ ഭഗവാന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ തൃപ്പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വാർത്തയിലേക്ക് കിടക്കാം. ഇത് അഡ്വക്കേറ്റ് എ ജയശങ്കറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമ്മളെ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു ശബരിമലയിൽ സെപ്റ്റംബർ മാസത്തിൽ. അടുത്ത മാസമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ ചേർന്നാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഏതാണ്ട് 3000-ലധികം പേരെ പ്രതീക്ഷിക്കുന്നു. അതിൽ കൂടുതൽ ആളുകൾ എത്തുമായിരിക്കും. ഭഗവാന്റെ ആ തിരുനടയിലേക്ക് എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുളുകയാണ് സർക്കാർ. ഇത് സംബന്ധിച്ചാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. നവോത്ഥാനത്തിനും ആർത്തവത്തിനും ശേഷം വിപ്ലവ സർക്കാർ സംഘടിപ്പിക്കുന്ന സംരംഭം ആഗോള അയ്യപ്പ സംഗമം. ശബരിമല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിദ്യാംവിധം അനുവർത്തിക്കാനും കലിയുഗ വരദനായ ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം 3.5 കോടി മലയാളികൾക്കും അനുഭവേദ്യമാകാനും നടത്തുന്ന ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഭക്ത സഖാക്കളെ ക്ഷണിച്ചുകൊള്ളുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ ശബരിമലയിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയില്ല. ഇത് അഡ്വക്കേറ്റ് എ ജയശങ്കർ പരിഹസിച്ചുകൊണ്ട് എഴുതിയതാണ്. ആഗോള അയ്യപ്പ സംഗമം, ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ്? ഇതിനു മുന്നേ സ്ത്രീകളെ, യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് പോലീസിന്റെ സഹായത്തോടെയൊക്കെ ശ്രമിക്കുകയും ഇതിനെ, ആചാരാനുഷ്ഠാനങ്ങളെ ഇത്തരത്തിൽ ഹനിക്കുന്നതിനെ എതിർത്ത വിശ്വാസികളെ, ഹൈന്ദവ ധർമ്മശാസ്ത്ര വിശ്വാസികളെ, അവർക്കെതിരെ കേസെടുക്കുകയും അവരെ തല്ലിച്ചതയ്ക്കുകയും ഒക്കെ ചെയ്ത കഥ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നിക്ഷേപക സംഗമം പോലെ വല്ലതുമാണോ അയ്യപ്പ സംഗമം? അയ്യപ്പന്മാരുടെ സംഗമമാണോ, അതോ സാധാരണഗതിയിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരുടെ സംഗമമാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഈ വിഷയം തീർച്ചയായിട്ടും വ്യാപകമായി വിശ്വാസികൾക്കിടയിൽ ചർച്ചയാവുകയാണ്. ഇടതുപക്ഷ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പൊളിച്ചെടുക്കണം, ഈ നിക്ഷേപക സംഗമം പൊളിച്ചെടുക്കണം എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ഒക്കെ കണ്ടു. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമലയ്ക്ക് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ശബരിമലയിലെ ആളുകൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ ഭക്തരുടെ അഭിപ്രായം തേടുന്നതിനോ, ഭക്തരുമായി സംവദിക്കുന്നതിനോ, ഇനി ശബരിമലയിലെ വിശ്വാസങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമുള്ള ബൃഹത്തായ സാംസ്കാരിക ചർച്ചകൾക്കോ, ആത്മീയ സാംസ്കാരിക ചർച്ചകൾക്കോ എന്തെങ്കിലും ആണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഈ നിക്ഷേപക സംഗമം പോലെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന സ്വാഭാവികമായ സംശയം ഏത് ഭക്തനും തോന്നും. അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. എല്ലാ ഭക്ത സഖാക്കളും ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ. ഇനി ഇതിൽ വല്ല നിക്ഷേപമോ ഫീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ശബരിമലയിലെ ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്, ശബരിമലയെ കൂടുതൽ വിഖ്യാതമാക്കുന്നതിന്, ലോകോത്തര തീർത്ഥാടന ഭൂപടത്തിൽ ഇടം നേടിക്കൊടുക്കുന്നതിന് ഒക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ കേൾക്കും. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയതുകൊണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നോമിനികളാണ് എന്നതുകൊണ്ടും ഇതിലൊക്കെ തന്നെ സ്വാഭാവികമായി സംശയം തോന്നും. ഇത് നല്ല കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ, എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളോ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതോ, ഭക്തർക്ക് സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമോ താമസ സൗകര്യമോ ഒരുക്കുന്ന കാര്യത്തിലുള്ള തുടർ നടപടികളോ മറ്റോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തർ അതിനെ അംഗീകരിക്കും. അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരല്ല, ഏത് സർക്കാരാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും, സംഘടനയാണെങ്കിലും അത് ഭക്തർ അതിനെ അംഗീകരിക്കും. പക്ഷേ ശബരിമലയെ പിടിച്ചെടുക്കാനും, ശബരിമലയിൽ സർക്കാരിന്റെ CPM-ന്റെ കരാളഹസ്തങ്ങളാൽ മുറുക്കി പിടിക്കാനും കഴുത്തിന് പിടിക്കാനും ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ നമ്മളാരും ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരില്ല. ഭഗവാൻ
സ്വാമി അയ്യപ്പൻ തന്നെ കാര്യങ്ങൾ നോക്കിക്കോളും. ഞാൻ ആദ്യം പറഞ്ഞത് ഇവരെയൊക്കെ അവിടെ കൊണ്ടുവരിക അത് ഒരു നിയോഗമാണ്, അതും ഭഗവാന്റെ തീരുമാനമാണ് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു, കരുതുന്നു. ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യമാണെങ്കിൽ അതൊരു വിജയമായി തീരട്ടെ. എല്ലാവരുടെയും പിന്തുണ, ഭക്ത ജനസമൂഹത്തിന്റെ സംഘടനകളുടെ ഒക്കെ തന്നെ പിന്തുണ അതിനുണ്ടാകും. ഇതൊരു ഉടായിപ്പ് പരിപാടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വേറെന്തെങ്കിലും ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ, കാരണം ഇവരുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇവരെ ഒന്ന് പറയും, പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. ഓരോ കാര്യത്തിനും നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയില്ലേ, അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ കഥയാണ് ഇവർ പറയുന്നത്. എല്ലാ കമ്പനിക്കാരും അങ്ങനെയാണ്. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ടൊക്കെ വിളിച്ചു വരുത്തും. ഒരു മീറ്റിംഗ് ആണ്, ഒരു കുടുംബ സംഗമം പോലെയാണ്, ഭക്ഷണമൊക്കെ ഉണ്ട്, വരണം എന്നൊക്കെ പറയും. നമ്മുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് ഈ കമ്പനികളുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മീറ്റിംഗ് ആണ്, നിങ്ങളുടെ കാലിന്റെ താഴെ 2 പേരെ ചേർക്കണം, 3 പേരെ ചേർക്കണം എന്ന് പറഞ്ഞ് വെള്ളം കൂട്ടുന്നത്, എന്നാലേ നിങ്ങൾക്ക് പൈസ കിട്ടൂ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഉടായിപ്പ് സെറ്റപ്പാണ് ഈ അയ്യപ്പ സംഗമം എങ്കിൽ ദേവസ്വം ബോർഡും നമ്മുടെ പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ വാസവേട്ടനും ഒക്കെ തന്നെ അതിനകത്ത് മറുപടി പറയേണ്ടി വരും പല കാര്യങ്ങളിലും എന്നുള്ളതാണ്. ശബരിമലയെ തൊട്ട ശേഷം ഇവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഇവർക്ക് മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ഭരിക്കാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് തൊട്ടതെല്ലാം അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. തൊട്ടതെല്ലാം ജനവിരുദ്ധമായി മാറുകയും ചെയ്തു. ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാർ എന്നുള്ള ഒരു ലേബൽ പേറിക്കൊണ്ടാണ് CPM സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അയ്യപ്പനെ തൊട്ട ശേഷം അവർക്ക് പിന്നെ ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. വാലിന് തീപിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ പലതുണ്ടായി. പ്രശ്നങ്ങൾ പലതും അവിചാരിതമായി കടന്നു, പലതും പൊളിഞ്ഞു, പല പദ്ധതികളും പൊളിഞ്ഞു. തൊട്ടതെല്ലാം വെറും ചീറ്റിപ്പോയ പടക്കങ്ങൾ മാത്രമായി മാറി, അല്ലെങ്കിൽ തൊട്ടതെല്ലാം വെറും മണ്ണായി മാറി. തൊട്ടതെല്ലാം പൊന്നല്ല, മണ്ണായി മാറി, ഒന്നും ഉപയോഗശൂന്യമായ മണ്ണായി മാറി. ആ അവസ്ഥയിലാണ് കാര്യം. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നല്ല കാര്യത്തിനാണെങ്കിൽ നടക്കട്ടെ, നല്ല രീതിയിലാണെങ്കിൽ അത് മുമ്പോട്ട് പോകട്ടെ. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ എല്ലാ സഖാക്കളും വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പക്ഷെ അത് ഹിന്ദു മതത്തിൽ വരില്ല കേട്ടോ. മുസ്ലിം മതത്തിലൊക്കെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റിന് അംഗീകാരമുള്ളൂ. അപ്പം വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് നമ്മളങ്ങ് പറയുകയാണ്, അയ്യപ്പ വിശ്വാസികളായ ശ്രീ ധർമ്മശാസ്താവിന്റെ ഭക്തരായ എല്ലാ ഭക്ത സഖാക്കൾക്കും ഈ ഒരു പരിപാടിയിലേക്ക് സെപ്റ്റംബർ മാസമാണ്, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.